ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഒരുപാട് നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇന്ന് സൺഡേ ആണ്, അമ്മയ്ക്കാണെങ്കിൽ കല്യാണമൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഋതു രാവിലെ ഇവിടെ ഉണർന്ന് കിടപ്പുണ്ട്. ഋതുവിനാണെങ്കിൽ ക്യാമറ കാണുമ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം അതിൻ്റെ സന്തോഷമാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ സമയം നോക്കിയപ്പോൾ 6:30 ആവാൻ പോകുന്നുണ്ട്. ഞാൻ എന്തായാലും എണീറ്റിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ പാടെ കുറച്ചധികം വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് തെറ്റിക്കാതെ തന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഋതുവിൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി അവളെ കട്ടിലിൽ തന്നെ കിടത്തിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു. പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഋതു മുറ്റത്തൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ അമ്പലത്തിൽ നിന്നുള്ള പാട്ടാണ് ആ കേൾക്കുന്നത്. നമ്മൾ ഈ രാവിലെ എണീറ്റ് വന്നിട്ട് നമ്മുടെ ചുറ്റുപാടുള്ളൊക്കെ സൗണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ കിളികളുടെ സൗണ്ടും ഈ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും ഒക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കിട്ടുന്നത്. ഞങ്ങൾ വെളിയിലോട്ടൊന്നും പോവാറില്ല കേട്ടോ. വീട്ടിനകത്ത് തന്നെയാണ് ഇങ്ങനെ റൗണ്ട് ചുറ്റുന്നത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു അയ്യ ഉണ്ട്. അവിടെ നിറച്ചിപ്പോൾ കാടാണ്. അതുകൊണ്ട് ഇപ്പോൾ പാമ്പിൻ്റെ സീസൺ ആണല്ലോ. റോഡിലോട്ട് ഇറങ്ങാൻ തന്നെ എനിക്കിപ്പോൾ പേടിയാണ്. രാവിലെ തന്നെ നല്ല തെറ്റിപ്പൂക്കളൊക്കെ വിരിഞ്ഞ് നിപ്പുണ്ട്. പിന്നെ ഒരു മഞ്ഞപ്പൂവ്, ഇതിൻ്റെ പേരെനിക്കറിയില്ല, അതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിപ്പുണ്ട്. പൂക്കളൊക്കെ ഞാൻ ഇങ്ങനെ ഋതുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ നോക്കിയിരിക്കും. പിന്നെ പപ്പായുടെ തോട്ടത്തിൽ ഞാവൽപ്പഴം പിടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് വെള്ള ഞാവലാണ് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ഞാവൽപ്പഴം അല്ല. നമ്മൾ സാധാരണ കാണുന്നതെന്ന് വെച്ചാൽ ഒരു വയലറ്റ് കളറല്ല. ഇത് വന്നിട്ട് വെള്ള കളറാണ്. പക്ഷെ അതിൻ്റെ അത്രയും മധുരമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ആ വയലറ്റ് ഞാവൽ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഋതു അപ്പോഴത്തേന് ഇതേ ഇവിടെ രണ്ടാമത്തെ ഉറക്കം ആയിട്ടുണ്ട്. അവൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് പിന്നെയും കിടന്ന് ഉറങ്ങും കേട്ടോ. ഈ രണ്ടാമത്തെ ഉറക്കത്തിലാണ് കേട്ടോ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടാറ്. ഫുഡ് കഴിക്കാനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം സമയം കിട്ടാറ് ഇപ്പോഴാണ്. ഞാൻ പിന്നെ വേഗം പോയി ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നേരെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ ദേ ചൂടപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറി ഇന്ന് മുട്ടക്കറി ആയിരുന്നേ. ചില നേരം ഋതു ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും കിടക്കില്ല. പെട്ടെന്ന് തന്നെ എണീക്കാറുണ്ട് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ ബോട്ടിൽ വെള്ളം നിറയ്ക്കണമായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നേ. അമ്മയാണെങ്കിൽ ഉച്ചക്കലത്തേക്ക് ചോറ് വെച്ചിട്ടാണ് കേട്ടോ കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ അമ്മ രാവിലെ തന്നെ അതിൻ്റെ തിരക്കിലാണേ. അപ്പോഴത്തേക്ക് ഋതു എണീറ്റിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് ഋതുവിനുള്ള കുറുക്ക് തയ്യാറാക്കുവാണ്. ബനാന പൗഡറാണ് കേട്ടോ അവൾക്ക് കൊടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരാറുണ്ട്. കുറുകി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഋതുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തലേന്ന് കുറച്ച് ബദാം സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതെടുത്ത് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അപ്പവും ബ്രെഡും കൂടെയാണ് എടുത്തത്. ബ്രെഡ് ഇരിപ്പം ഉണ്ടായിരുന്നു. അപ്പം ബ്രെഡും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ടക്കറിയും ബ്രെഡും അപ്പവും ഒക്കെ കൂട്ടി നല്ല പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അമ്മ ഋതുവിനെ കുളിപ്പിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. ഋതുവിന് കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കമുണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. ഇപ്പോൾ വന്ന് ആൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. ഫസ്റ്റൊക്കെ എന്ന് വെച്ചാൽ അവൾ കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് കഴിക്കാൻ നല്ല പാടാണ്. ചിലപ്പോൾ ഒക്കെ തുപ്പിക്കളയാറുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുക്കുവാണേ. വായിലോട്ട് വെക്കുന്നുണ്ട്, പക്ഷെ ഇറക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ആളെ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവന്നു കേട്ടോ. അവളെ എടുക്കാനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്. പിന്നെ ഞാൻ എണീപ്പിച്ച് തലേണയിൽ ചായച്ച് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കളിക്കാനുള്ള ടോയ്സും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു ആൾ. വെറും കുറച്ച് നേരത്തേക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു ശാന്ത സ്വഭാവം. അത് കഴിഞ്ഞാൽ പിന്നെയും പഴയ മോഡിലോട്ട് പോകും, കരച്ചിലാവും. അമ്മ ഇവിടെ കല്യാണത്തിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സാരിയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ റെഡിയായി പോവാൻ നേരത്തെ ഋതുവിന് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ അമ്മ അച്ചുവിൻ്റെ കൂടെ റെഡി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പപ്പ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.